ക്രേസി ഹൈക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ചെയ്യാൻ പോകുന്നത് ഒരു പിങ്ക് പാലട പായസം. വളരെ എളുപ്പത്തിൽ വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഞാനൊരു പ്രത്യേക ഒരു രഹസ്യക്കൂട്ടൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ റിയൽ ആയിട്ടുള്ള ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നാളെ ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാന്ന് കരുതിയത് തന്നെ. അപ്പൊ നമുക്ക് ആ മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തമ്പുരാന് വേണ്ടി ഞാൻ ഈ പൂക്കളും ഈ പായസവും സമർപ്പിക്കുന്നു. നമ്മുടെ മഹാബലി തമ്പുരാൻ നാടുവാണിരുന്ന സമയത്ത് എത്ര സമാധാനവും ഐശ്വര്യമുള്ള കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ്. അപ്പൊ പ്രാർത്ഥിക്കാം, നമുക്ക് ആ പഴയ കാലങ്ങൾ തിരിച്ചു തരണേന്ന്. അപ്പൊ നമുക്ക് അധികം സംസാരിച്ച സമയം കളയുന്നില്ല. നമുക്ക് എങ്ങനെയാണ് പിങ്ക് പാലട പായസം വളരെ രസമുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ 1.5 ലിറ്റർ പാലിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പൊ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമ്മള് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന കുക്കർ നല്ല ക്ലിയർ ആയിരിക്കണം. പാല് പെട്ടെന്ന് പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കറി വെക്കുന്ന കുക്കർ ഒന്നും ഇതിന് ഉപയോഗിക്കരുത്. അപ്പൊ നമ്മൾ അരി വെക്കുന്ന ചോറ് ഉണ്ടാക്കുന്ന കുക്കർ തന്നെ ഇതിനു വേണ്ടി ചൂസ് ചെയ്യണം. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ പ്രത്യേക ഒരു രഹസ്യക്കൂട്ടിലാണ് ഞാൻ ഈ പായസം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. ആ രഹസ്യക്കൂട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനമാണ് നമ്മൾ ഇടുന്നത്. അപ്പോഴാണ് ഈ പിങ്ക് പാലടയ്ക്ക് കളറിന്റെ കാര്യമല്ലട്ടോ ഞാൻ പറയുന്നത്. കളറ് നമുക്ക് വേറെ സീസൺ ഉണ്ടാക്കുന്നത് അത് ഞാൻ കാട്ടിത്തരാം. ഇതിന്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടെക്നിക്ക്. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് സിമ്മിലിടാം. കണ്ട, നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് ഇപ്പൊ തൽക്കാലം ഒരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അറിയാലോ, പഞ്ചസാര ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ആണ് ഇടേണ്ടത്. ഇവിടെ അധികം മധുരം ഒരു മീഡിയം മധുരത്തിലാണ് പായസമൊക്കെ കുടിക്കാറുള്ളത്. അപ്പൊ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മൂടി ഒരു 1.5 ലിറ്റർ പാലില് നമുക്ക് 1/2 ലിറ്റർ പാലെങ്കിലും ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിന്റെ ആ പിങ്ക് ഷെയ്ഡ് ഇതിനകത്ത് വരുള്ളൂ. അപ്പൊ അത് ഒരു മണിക്കൂർ നേരമെങ്കിലും നമ്മൾ ഇത് വളരെ സിമ്മിലിട്ടിട്ട് പരമാവധി ഈ വിസില് വരാതെ നോക്കാം. വിസില് വന്നതിന്റെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും കുറച്ചു നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ പിങ്ക് ഷെയ്ഡ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പിങ്ക് ആയിട്ട് ഞാൻ പറയുന്നില്ല, ഒരു പീച്ച് കളറാണ് ശരിക്കും. അപ്പൊ നല്ലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ആ പാല് അങ്ങനെ വറ്റിച്ച് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വെയിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ആ പ്രഷർ പുറത്തേക്ക് പോവാതെ നന്നായിട്ട് അടക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഈ സ്റ്റവിൽ നിന്ന് മാറ്റി നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ലോ ഫ്ലെയിമിലാണ് ഇതിട്ട് നമുക്കൊരു 1/2 ലിറ്റർ പാലോളം ഇതിനകത്ത് നിന്ന് വറ്റി കിട്ടണം. അപ്പൊ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഏകദേശം വേണ്ടി വരും. അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ പാല് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെരുവനില് ഒരു 10-12 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അട ഇട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന അട. ചെറിയ അടയാണ് എപ്പോഴും നല്ലത്. അട 100 ഗ്രാം അടയാണ് നമ്മൾ 1.5 ലിറ്റർ പാലിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വെള്ളം തിളക്കാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ അട ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഈ വെള്ളം കളഞ്ഞിട്ട് ഒന്നും കൂടി വേറെ വെള്ളത്തിൽ കഴുകിയെടുക്കാം.
അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് സിമ്മിലിടാട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. തെറിക്കാതെ ഇടാൻ നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പൊ വെള്ളം വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ആകെ ഒരു പശപശപ്പായിരിക്കും. അപ്പൊ ആ പശപ്പൊക്കെ മാറി കിട്ടണമെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് കുക്കാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. പിന്നെ ഓരോരുത്തരുടെ കൈവശം കിട്ടുന്ന അരിയുടെ അട ഏത് രീതിയിലാണ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കുക്കിംഗ് ടൈം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പൊ അത് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞെഞ്ഞു വരും. അതാണ് അതിന്റെ കുക്കിംഗ് ടൈം. ഇത് നല്ല വേവുള്ള സൈസ് അടയാണെന്ന് തോന്നുന്നു. ചില അട പെട്ടെന്ന് കുക്കായി കിട്ടും നമുക്ക്. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ പാൽ കുക്കർ എന്തോ സൗണ്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീരെ സിമ്മിലിടരുത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കേണ്ടത് ഉണ്ടാവണം. എന്നാലല്ലേ അത് ശരിക്കും അവിടെ നിന്ന് വറ്റി കിട്ടുള്ളൂ. ഇടയ്ക്കൊരു വിസിൽ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടി സിമ്മിലിട്ടാൽ മതി. അത് ഓഫ് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ അട നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെന്ന് തോന്നണം. നമുക്കൊന്ന് നോക്കാം. ചൂടാണ്. ഇത് നന്നായിട്ട് ഞങ്ങണുണ്ട്. എന്താ നല്ല നെഞ്ഞിപ്പോണുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര മതി. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതിന്റെ ആ പശപശപ്പൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ കുറെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിന്റെ ആ പശപശപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിന്റെ വെള്ളമൊക്കെ വാർന്ന് പോണം. ഇതിരിക്കട്ടെ. നന്നായിട്ട് വാർന്ന് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കിസിൽ എന്തോ ഇങ്ങനെ വരാൻ പോണ പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് പതുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വീണ്ടും ഓണാക്കാം. അപ്പൊ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പൊ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, ഒരു കറുവപ്പട്ട. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പിങ്ക് പാലടയ്ക്ക്. അപ്പൊ ഇതൊന്ന് ഇതിനകത്ത് കിടക്കട്ടെ. ഇനി അതിനുശേഷം നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ആ കറുവപ്പട്ട ഇതിനകത്ത് കിടന്നോട്ടെ. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ഇതിന് കിട്ടും. അപ്പൊ നമ്മൾ എന്തിനാ ഈ നെയ്യിൽ ഇങ്ങനെ വഴറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ കഴുകി എടുത്തതാണ്. അപ്പൊ ഇതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ റോ ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ എങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്തിരുന്നത് നമുക്ക് വീണ്ടും ഓൺ ആക്കിയിട്ട് ഒരു അരമണിക്കൂർ കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അവിടെ ഇരുന്ന് ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ആ പാൽ അവിടെ ഇരുന്നൊന്ന് ഒരു 1/2 ലിറ്റർ പാലൊന്ന് വറ്റേണ്ട ഒരു സമയം മാത്രം നമുക്ക് മതി. അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് ആ ഒരു കാര്യം ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ഈ പിങ്ക് പാലട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടാം. ഇതിന്റെ
പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം. മൊത്തത്തിൽ ഇപ്പൊ ഇതൊരു 1.25 മണിക്കൂർ നേരം ഇത് ലോ ഫ്ലെയിമിൽ ഇരുന്ന്. അത്രയും വേണ്ട ശരിക്കും, 1 മണിക്കൂർ 1.25 മണിക്കൂർ മതി. ഞാനപ്പോ ഇത് ഇത്തിരി വേറെ പണികൾ ഉണ്ടായപ്പോ അങ്ങോട്ട് പോയി. ഇതിന്റെ പ്രഷറൊക്കെ പോയി. നമുക്ക് തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പിങ്ക് കളറല്ല, എന്നാലും നല്ല പീച്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാനത് പൊക്കി കാണിച്ചു നോക്കി. കണ്ടോ, നല്ല അടിപ്പനായിട്ട് വന്നിട്ടില്ലേ? അപ്പൊ നമ്മൾ കുറച്ചു നേരവും കൂടി ഇട്ട് വറ്റിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും നമുക്ക്. അപ്പൊ ബാക്കി വറ്റിക്കല് നമുക്ക് ഇനി പായസം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി വറ്റുമ്പോഴും നല്ല കളറായിട്ട് നമുക്ക് പിങ്ക് പാലട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി പായസം ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ പായസം ഉണ്ടാക്കാം. ഇച്ചിരി വലിയ ഒരു പാത്രം എടുക്കാം. നേരത്തെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്ന നമുക്ക് ഈ അരിപ്പിലേക്ക് ഇത് കുറേശ്ശെ എടുത്ത് നമുക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് തന്നെ അരിച്ചൊഴിക്കണം. ഒന്നിച്ചിട്ട് കമത്തരുത്, ചിലപ്പോൾ പണി കിട്ടും. ഇതെല്ലാം നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ഈ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ കറുവപ്പട്ട ഉൾപ്പെടെയുള്ളതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ അതെടുത്ത് മാറ്റണം കേട്ടോ, എന്നിട്ട് മറന്നു പോകരുത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പം സ്റ്റവ് ഓണല്ല കേട്ടോ, നമ്മുടെ സ്റ്റവ് ഓണാക്കാം. നമുക്ക് ഇതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ട് സ്റ്റവ് ഓണാക്കാം. ഇനിയും ഒരു അരമണിക്കൂർ നേരം കൂടി നമ്മൾ ഇതും കൂടി വറ്റിച്ചെടുക്കണമെന്ന്. ഇതിങ്ങനത്തെ ഈ ഇത്തിരി കുഴിഞ്ഞിരിക്കണ പോലത്തെ കയ്യിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒക്കെ അത് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മധുരം ഇനിയും ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ 4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, അത് പോരാതെ വരും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 4 ടീസ്പൂണും കൂടി ഇടാം. എന്നിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നന്നായിട്ട് ഇങ്ങോട്ട് പറ്റും തോറും ഇതിൻ്റെ കളറ് നല്ല അടിപൊളി കളറായിട്ട് ഇങ്ങോട്ട് വരും. ക്യാമറയിൽ കളറ് കറക്റ്റായിട്ട് കാണുന്നില്ല. ഈ ഭാഗത്ത് ക്യാമറ വെച്ചപ്പോൾ പിന്നെയും അതിൻ്റെ കളർ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ ഒറിജിനൽ കളറ് കാണുന്നില്ല കേട്ടോ. ഇപ്പം നല്ല പിങ്ക് ഷെയ്ഡായി വരുന്നുണ്ട്. ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് ഇതിന്റെ ശരിക്കുള്ള കളറ് കാട്ടിത്തരാം. അപ്പൊ ഞാൻ ഇതിന്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറവാണ്. അപ്പൊ 8 ടീസ്പൂൺ ഇട്ടത് കുറവാണ്. ഇപ്പൊ വീണ്ടും ഒരു 4 ടീസ്പൂണും കൂടി ഇടണം. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ 12 ടീസ്പൂണാണ്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്, ചെറിയ സ്പൂണാണ്. ഇപ്പൊ നമ്മുടെ പിങ്ക് പാലട അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ആരും ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് ഇതിന്റെ യഥാർത്ഥ പിങ്ക് പാലട പായസം. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ഓണത്തിന്റെ പിങ്ക് പാലട പായസം. നല്ല കളറൊക്കെ വന്നിട്ടില്ലേ? അപ്പൊ ഇപ്പഴേ തുടങ്ങിയ പരിപാടിയൊക്കെ നടക്കട്ടെ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നേരം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇതിന്റെ കളർ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നല്ല ഇത് ഇങ്ങനെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് നല്ല കറക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു 15 ടീസ്പൂൺ പഞ്ചസാരയാണ് 1.5 ലിറ്റർ പാലിന് വേണ്ടി ഞാൻ
എടുത്തത്. അപ്പോൾ ഇവിടുത്തെ മധുരം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻഡ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട ആ കറുവപ്പട്ട ഇതൊന്ന് എടുത്ത് ഇപ്പം മാറ്റാണ്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഈ പായസത്തിന് തരും. ആ കറുവപ്പട്ട ഒരു ചെറിയ പീസ് അതെല്ലാവരും ഇട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കി നമ്മുടെ ഓണം ആഘോഷിക്കാം. ഇനി ഇതൊന്ന് ഇരുന്ന് കുറച്ചു നേരം കൂടി കഴിയുമ്പോഴേക്കൊന്നും കൂടി അത് തിക്കാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടി ഇതിന്റെ ചൂടൊക്കെ ആറുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് ഇരുന്ന് തിക്കാവും. അപ്പോൾ ഈ പിങ്ക് പാലട പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും ഓണം ആഘോഷിക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.